മെഡിക്കൽ കോളേജ് കോഴ ആരോപണം ബി.ജെ.പിയിലെ ഗ്രൂപ്പ് പോര് രൂക്ഷമാക്കിയത് പാർട്ടിയെയും പോഷക സംഘടനകളെയും പ്രക്ഷോഭ രംഗത്ത് പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. എസ്.എഫ്.ഐ ശക്തി കേന്ദ്രമായ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കൊടിമരം സ്ഥാപിക്കുന്നതിന് രാവിലെ 11 മണിക്ക് മാർച്ച് നടത്താനാണ് എ.ബി.വി.പി തീരുമാനിച്ചിരുന്നത്. എന്നാൽ മാർച്ച് നടത്തേണ്ടെന്ന RSS നിർദ്ദേശത്തെ തുടർന്ന് അവസാന നിമിഷം ഉപേക്ഷിക്കുകയായിരുന്നു. മാർച്ച് എസ്.എഫ്.ഐ എ.ബി.വി.പി സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നതിനാൽ വലിയ ബന്ദോബസ്തും ഒരുക്കിയിരുന്നു. ബി.ജെ.പിയുടെ നിലവിലെ രാഷ്ട്രീയ അവസ്ഥയിൽ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുന്നതും തുടർന്നുണ്ടാകുന്ന നിയമ നടപടികളും കൂടുതൽ ക്ഷീണം ചെയ്യുമെന്ന വിലയിരുത്തൽ RSS എ.ബി.വി.പി നേതൃത്വത്തെ അറിയിച്ചു. RSSന്റെ ഈ അഭിപ്രായ പ്രകാരമാണ് മാർച്ച് വേണ്ടെന്ന് വെച്ചതെന്ന് എ.ബി.വി.പി നേതൃത്വവും വിശദീകരിച്ചു. എന്നാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു വിദ്യാർത്ഥി പോലും പിന്തുണയ്ക്കാനില്ലാത്തതുകൊണ്ടാണ് മാർച്ച് ഉപേക്ഷിച്ചതെന്ന് എസ്.എഫ്.ഐ പരിഹസിച്ചു. പുറത്തുനിന്നുള്ള RSS സംഘപരിവാർ ബി.ജെ.പിയുടെ പ്രവർത്തകർ ഈ ക്യാമ്പസുകൾക്കകത്ത് സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിന് ഞങ്ങൾ തടയിടുക തന്നെ ചെയ്യും. മെഡിക്കൽ കോളേജ് കോഴ ആരോപണം ഉയർന്ന ശേഷം സംസ്ഥാന നേതൃതലത്തിൽ വലിയ പ്രക്ഷോഭങ്ങളുമായി ബി.ജെ.പി രംഗത്ത് വന്നിട്ടില്ല. ബി.ജെ.പിയിലെ ഇതര ഗ്രൂപ്പുകളും RSSും രണ്ട് തട്ടിൽ നിൽക്കുന്നതും പ്രവർത്തകരിലെ നിരാശയും പ്രക്ഷോഭ സംവിധാനം ഒരുക്കുന്നതിന് തടസ്സമാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.